കോഴിക്കോട് കുന്നമംഗലത്ത് കാർ ബസ്സിൽ ഉരസിയതിനെ ചൊല്ലി സംഘർഷം. കാർ യാത്രികരുടെ ബന്ധുവിനെ ബസ് ജീവനക്കാരുടെ സുഹൃത്തുക്കൾ ആയുധം കൊണ്ട് മർദ്ദിച്ചു. സംഘർഷത്തിൽ കാർ യാത്രികർക്കും ബസ് ജീവനക്കാർക്കും പരിക്ക്. ഇന്നലെ രാത്രി ഏതാണ്ട് 8 മണി കോഴിക്കോട് താമരശ്ശേരി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സും ഒരു കാറും തമ്മിൽ കൂട്ടിയുരസി. അപകടം വാക്കുതർക്കമായി, പിന്നീട് സംഘർഷവും. കുന്നമംഗലം IIM-ന് സമീപം അമാൻ സിൻഡിക്കേറ്റ് എന്ന സ്വകാര്യ ബസ്സിൽ കാർ ഉരസുകയായിരുന്നു. അപകടം നടന്നത് ഗതാഗതക്കുരുക്കുള്ള ഭാഗത്തായതിനാൽ വാഹനം മാറ്റിയിടാൻ ട്രാഫിക് പോലീസ് ഇരുകൂട്ടരോടും നിർദ്ദേശിച്ചു. എന്നാൽ മാറ്റിയിടാതെ ബസ് അപകട സ്ഥലത്തു നിന്നും പോയി. ഇതോടെ കാർ യാത്രികരും അവരുടെ സുഹൃത്തുക്കളും താമരശ്ശേരി കാരാടിയിൽ വെച്ച് ബസ് തടഞ്ഞു. ഇതേ സ്ഥലത്ത് ബസ് ജീവനക്കാരുടെ സുഹൃത്തുക്കളും എത്തി. ഇരുകൂട്ടരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയുമായി. ഒടുവിൽ ബസ് ജീവനക്കാരുടെ സുഹൃത്തുക്കൾ കാർ യാത്രികരുടെ ബന്ധുവിനെ ആയുധം ഉപയോഗിച്ച് മർദ്ദിച്ചു. കോടഞ്ചേരി സ്വദേശി അനീഷിനെയാണ് ബസ് ജീവനക്കാരുടെ സുഹൃത്തുക്കൾ മർദ്ദിച്ചത്. അനീഷിന് മുഖത്തും വയറിനും പരിക്കേറ്റു. സംഘർഷത്തിൽ കാർ യാത്രികരായ ഉനൈസ, ഫാത്തിമ എന്നിവർക്കും ബസ് ജീവനക്കാരായ പ്രശോഭ്, അഫ്സൽ മുഹമ്മദ്, ഷമ്മാസ് എന്നിവർക്കും പരിക്കേറ്റു. പരിക്കേറ്റവർ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഞങ്ങൾ കുറച്ച് കുട്ടികളും ഉമ്മയും ആൾക്കാരൊക്കെ വണ്ടിയിലുണ്ട്. അവരെല്ലാം എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡ്രൈവറോട് ചോദിക്കാൻ വേണ്ടി പോയപ്പോൾ അവർ കുറച്ച് ആൾക്കാർ എന്നെ കയ്യിൽ നീരെന്നെ റോഡിലേക്ക് നെഞ്ചത്ത് ഉന്തി ഞാൻ റോഡിലേക്ക് തള്ളിയിട്ട്. കാർ യാത്രികരുടെയും ബസ് ജീവനക്കാരുടെയും സുഹൃത്തുക്കളും ബന്ധുക്കളും ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടി. പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. ഒരുപാട് ആൾ കൂടിയിട്ട് ഞങ്ങൾ ഒരുപാട് വളരെ മോശമായ രീതിയിൽ തെറി പറയുകയും ജാതിപ്പേര് വിളിച്ച് അടിക്കാൻ നിൽക്കുകയും അങ്ങനെയൊക്കെ പല തെറികളും പറഞ്ഞ് സംസാരിച്ചു തീർക്കാമായിരുന്ന വിഷയത്തെ സങ്കീർണമാക്കി സംഘർഷത്തിലേക്ക് നയിച്ചു. നഗരത്തിൽ പരിഭ്രാന്തി പരത്തി. കാറിടിച്ചതിന് കാറുടമ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലും മർദ്ദനത്തിൽ പരിക്കേറ്റതിന് ഇരുകൂട്ടരും താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.